അധ്യായം 1. പിതാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ വിശ്വാസ പ്രഖ്യാപനം ആരംഭിക്കുന്നത് ദൈവത്തിലാണ്. കാരണം ദൈവമാണ് ആദിയും അന്തവും, എല്ലാത്തിൻ്റെയും ആരംഭവും അവസാനവും. പരിശുദ്ധ ത്രിത്വത്തിലെ ഒന്നാമത്തെ ദൈവിക ആൾ പിതാവായതിനാൽ പിതാവായ ദൈവത്തിൽ വിശ്വാസ പ്രമാണം സമാരംഭിക്കുന്നു. ദൈവത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ആരംഭവും അടിസ്ഥാനവും സൃഷ്ടികർമ്മമായതിനാൽ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടിയിലാണ് നമ്മുടെ വിശ്വാസ പ്രമാണം ആരംഭിക്കുന്നത്. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. അപ്പസ്തലന്മാരുടെ വിശ്വാസ പ്രമാണത്തിലെ ഈ പ്രഥമ പ്രഖ്യാപനം അങ്ങേയറ്റ മൗലികവുമാണ്. വിശ്വാസ പ്രമാണം മുഴുവനും ദൈവത്തെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. മനുഷ്യനെ പറ്റിയും ലോകത്തെ പറ്റിയും പ്രതിപാദിക്കുമ്പോൾ അത് എപ്പോഴും ദൈവവുമായി ബന്ധപ്പെടുത്തിയാണ് നിർവഹിക്കുന്നത്. വിശ്വാസ പ്രമാണത്തിൻ്റെ മറ്റു വകുപ്പുകൾ പ്രഥമ വകുപ്പിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. 10 പ്രമാണങ്ങളിൽ ഒന്നാമത്തേതിനെ മറ്റു പ്രമാണങ്ങൾ പ്രസ്പഷ്ടമാക്കുന്നത് പോലെയാണിത്. ദൈവം പടിപടിയായി മനുഷ്യന് സ്വയം വെളിപ്പെടുത്തിയതുപോലെ മറ്റു വകുപ്പുകൾ നമുക്ക് അവിടുത്തെ കൂടുതൽ സുഗ്രഹിണിയാക്കി തീർക്കുന്നു. ആകയാൽ തങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് ഉചിതമായി വിശ്വാസികൾ ആദ്യമേ ഏറ്റുപറയുന്നു. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. നിക്യ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണം ആരംഭിക്കുന്നത് ഈ വാക്യത്തോടു കൂടിയാണ്. ദൈവത്തിൻ്റെ ഏകത്വം പഴയ ഉടമ്പടിയിലെ ദൈവാവിഷ്കരണത്തിൻ്റെ വേരൂന്നിയിട്ടുള്ള സത്യമാണ്. ദൈവാസ്തിത്വത്തിലുള്ള വിശ്വാസ പ്രഖ്യാപനത്തിൽ നിന്നും വേർതിരിക്കാനാവാത്ത സത്യമാണിത്. അതുപോലെ തന്നെ അടിസ്ഥാനപരമായ സത്യവുമാണ്. ദൈവം ഏകനാണ്. അവിടുന്നല്ലാതെ മറ്റൊരു ദൈവവുമില്ല. സ്വഭാവത്തിലും സാരാംശത്തിലും അന്തസത്തയിലും ദൈവം ഏകനാണെന്ന് ക്രൈസ്തവ വിശ്വാസം വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേലിന് ഏകദൈവമായി അവിടുന്ന് സ്വയം വെളിപ്പെടുത്തി. ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ കർത്താവായ ദൈവം ഏക കർത്താവാകുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം. ഏകദൈവമായ തൻ്റെ പക്കലേക്ക് തിരിയുവാൻ പ്രവാചകന്മാർ മുഖേന ദൈവം ഇസ്രായേലിനെയും മറ്റെല്ലാ ജനതകളെയും ക്ഷണിക്കുന്നു. ഭൂമിയുടെ അതിർത്തികളെ എന്നിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുക. ഞാനാണ് ദൈവം, ഞാനല്ലാതെ മറ്റൊരു ദൈവവുമില്ല. എല്ലാവരും എൻ്റെ മുൻപിൽ മുട്ടുമടക്കും, എല്ലാ നാവും ശപഥം ചെയ്യും. നീതിയും ബലവും കർത്താവിൽ മാത്രം എന്ന് എന്നെക്കുറിച്ച് മനുഷ്യർ പറയും. ദൈവം ഏക കർത്താവാണെന്നും അവിടുത്തെ നിന്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ നീ സ്നേഹിക്കണമെന്നും യേശുവും ഉറപ്പിച്ചു പറയുന്നുണ്ട്. അതേസമയം താൻ തന്നെയാണ് ഈ കർത്താവ് എന്നും യേശു ചൂണ്ടിക്കാണിക്കുന്നു. യേശു കർത്താവാണെന്ന് പ്രഖ്യാപിക്കുന്നത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ഇത് ഏകദൈവത്തിൽ വിശ്വാസത്തിന് എതിരല്ല. കർത്താവും ജീവദാതാവുമായ പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസവും ഏകദൈവത്തിൽ യാതൊരു വിഭജനവും വരുത്തുന്നില്ല. ദൈവം തൻ്റെ നാമം വെളിപ്പെടുത്തുന്നു. തൻ്റെ ജനമായ ഇസ്രായേലിന് തൻ്റെ നാമം അറിയിച്ചുകൊണ്ട് അവിടുന്ന് അവർക്ക് സ്വയം വെളിപ്പെടുത്തി. പേര് ഒരു വ്യക്തിയുടെ അന്തസത്തയെയും തനതാത്മകതയെയും വിശ്വാസത്തിൻ്റെ അർത്ഥത്തെയും പ്രകാശിപ്പിക്കുന്നു. ദൈവത്തിന് പേരുണ്ട്. നാമരഹിതനായ ഒരു ശക്തിയല്ല അവിടുന്ന്. ഒരുവൻ്റെ നാമം വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് തന്നെ അറിയിച്ചു കൊടുക്കുകയാണ്. ഒരർത്ഥത്തിൽ മറ്റുള്ളവർക്ക് അഭികാമ്യനാക്കത്തക്ക വിധവും അവകാണ്ഡം അറിയപ്പെടുവാനും വ്യക്തിപരമായ വിളിക്കപ്പെടുവാനും കഴിയത്തക്ക വിധവും സ്വയം സമർപ്പിക്കുക എന്നാണ്. ദൈവം തൻ്റെ ജനത്തിന് പടിപടിയായി പല പേരുകളും സ്വയം വെളിപ്പെടുത്തി. എങ്കിലും പഴയ പുതിയ ഉടമ്പടികളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായ വെളിപാട് ഈജിപ്തിൽ നിന്നുള്ള പുറപ്പാടും സീനായ് ഉടമ്പടിക്കും മുൻപായി മോശയ്ക്ക് കത്തിക്കൊണ്ടിരുന്ന മുൾപ്പടർപ്പിലെ ദിവ്യദർശനത്തിൽ ദൈവിക നാമം വെളിപ്പെടുത്തിയ ദൈവാവിഷ്കരണമായിരുന്നു. ജീവിക്കുന്ന ദൈവം കത്തിജ്വലിക്കുകയായിരുന്നെങ്കിലും എരിഞ്ഞു ചാമ്പലാകാതിരിക്കുന്ന മുൾപ്പടർപ്പിനെ മധ്യേ നിന്ന് ദൈവം മോശയെ വിളിച്ചു. അവിടുന്ന് അവനോട് പറഞ്ഞു, ഞാനാണ് നിന്റെ പിതാക്കന്മാരുടെ ദൈവം, അബ്രാഹത്തിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം. അവിടുന്ന് പിതാക്കന്മാരുടെ ദൈവമാണ്. പൂർവ്വപിതാക്കന്മാരെ വിളിക്കുകയും അവരുടെ ദേശാടനങ്ങളിൽ അവരെ നയിക്കുകയും ചെയ്തവൻ. വിശ്വസ്തനും ദയാലുവുമാണ് അവിടുന്ന്. അവരെയും തൻ്റെ വാഗ്ദാനങ്ങളെയും അനുസ്മരിക്കുന്നവനാണ്. അവരുടെ പിൻഗാമികളെ അടിമത്തത്തിൽ നിന്നും വിമോചിപ്പിക്കുവാൻ അവിടുന്ന് വരുന്നു. സ്ഥലകാലാതീതനായി ഇത് ചെയ്യാൻ കഴിയുകയും അഭിലഷിക്കുകയും ചെയ്യുന്ന ദൈവമാണ് അവിടുന്ന്. തൻ്റെ സർവശക്തിയും ഈ പദ്ധതിക്ക് വേണ്ടി അവിടുന്ന് വിനിയോഗിക്കുന്നു. ഞാൻ ആകുന്നവൻ ആകുന്നു. യാഹ്വേ,
ഞാൻ ആകുന്നവൻ ആകുന്നു എന്ന തൻ്റെ നിഗൂഢനാമം വെളിപ്പെടുത്തുക വഴി താൻ ആരാണെന്നും ഏത് നാമത്തിൽ തന്നെ വിളിച്ചപേക്ഷിക്കണമെന്നും ദൈവം നമ്മെ അറിയിക്കുന്നു. യാഹ്വേ എന്ന പദത്തിൻ്റെ അർത്ഥം ഞാൻ ആയിരിക്കുന്നവൻ ആകുന്നു. ഐ ആം ഹൂ ഐ ആം എന്നാണ്. ഈ ദൈവനാമം ദൈവത്തെ പോലെ തന്നെ നിഗൂഢമാണ്. ഇത് വെളിപ്പെടുത്തപ്പെട്ട ഒരു പേരാണ്. അതേസമയം ഏതെങ്കിലും ഒരു പേര് നിഷേധിക്കുന്നതിന് കുറേയൊക്കെ സാദൃശ്യമാണിത്. ദൈവം അവിടുന്നായിരിക്കുന്ന രീതിയിൽ കൂടുതൽ നന്നായി വെളിപ്പെടുത്തുവാൻ ഈ നാമധേയം ഉപകരിക്കുന്നു. നമുക്ക് ഗ്രഹിക്കാവുന്നതും വർണ്ണിക്കാവുന്നതുമായ സർവ്വവസ്തുക്കളെയും അനന്തതോതിൽ ശ്രേഷ്ഠനാണ് ദൈവം. അവിടുന്ന് മറഞ്ഞിരിക്കുന്ന ദൈവമാണ്. അവിടുത്തെ നാമം അനർവചനീയമാണ്. മനുഷ്യൻ്റെ സമീപത്തേക്ക് ഇറങ്ങി വരുന്ന ദൈവമാണ് അവിടുന്ന്. ഈ അപദാനങ്ങളൊക്കെ സൂചിപ്പിക്കാൻ സമുചിതനാണ് യാഹ്വേ എന്ന നാമധേയം. സ്വന്തം നാമം വെളിപ്പെടുത്തിക്കൊണ്ട് ദൈവം പണ്ടുമുതൽ ഉണ്ടായിരുന്നതും എന്നേക്കും നിലനിൽക്കുന്നതുമായ തൻ്റെ വിശ്വസ്തതയും വെളിപ്പെടുത്തുന്നു. അതീതകാലത്ത് അവിടുന്ന് വിശ്വസ്തനായിരുന്നു. ഭാവി കാലത്തും അവിടുന്ന് വിശ്വസ്തനായിരിക്കും. ഞാൻ ആകുന്നു എന്ന തൻ്റെ നാമം വെളിപ്പെടുത്തുന്ന ദൈവം എന്നുമെന്നും ജീവിക്കുന്നവനും തൻ്റെ ജനത്തെ രക്ഷിക്കുവാനായി സദാ അവരോടൊപ്പം സന്നിഹിതനുമായ ദൈവമാണെന്ന് സ്വയം വെളിപ്പെടുത്തുന്നു. അത്യാകർഷകവും നിഗൂഢവുമായ ദൈവസാന്നിധ്യത്തിൻ്റെ മുൻപിൽ മനുഷ്യൻ തൻ്റെ നിസ്സാരത മനസ്സിലാക്കുന്നു. കത്തിക്കാളുന്ന മുൾപ്പടർപ്പിന് മുൻപിൽ മോശ തൻ്റെ ചെരുപ്പുകൾ എടുത്തുമാറ്റുകയും ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ മുൻപിൽ തൻ്റെ മുഖം മറയ്ക്കുകയും ചെയ്യുന്നു. ത്രൈശുദ്ധ ദൈവത്തിൻ്റെ മഹത്വത്തിന് മുൻപിൽ ഏഷ്യ വിളിച്ചു പറഞ്ഞു, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു, കാരണം അശുദ്ധമായ അധരങ്ങളുള്ളവനാണ് ഞാൻ. ദിവ്യാത്ഭുതങ്ങൾ പ്രവർത്തിച്ച ഈശോയുടെ മുൻപിൽ പത്രോസ് വിളിച്ചു പറഞ്ഞു, കർത്താവെ, എന്നിൽ നിന്നും അകന്നു പോകണമേ, എന്തുകൊണ്ടെന്നാൽ ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്. ഇങ്ങനെയാണെങ്കിലും ദൈവം പരിശുദ്ധനാകിയാൽ അവിടുത്തെ മുൻപിൽ പാപിയാണെന്ന് അംഗീകരിച്ച് ഏറ്റുപറയുന്നയാൾക്ക് പാപമോചനം നൽകുവാൻ അവിടുത്തേക്ക് കഴിയും. ഞാൻ എൻ്റെ കോപത്തെ ജ്വലിപ്പിക്കുകയില്ല, കാരണം ഞാൻ ദൈവമാണ്, മനുഷ്യനല്ല. നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന പരിശുദ്ധൻ തന്നെ. യോഹന്നാൻ അപ്പസ്തലനും അതുതന്നെ പറയുന്നു. നമ്മുടെ ഹൃദയം നമ്മെ കുറ്റപ്പെടുത്തുമ്പോഴെല്ലാം നാം അവിടുത്തെ മുൻപിൽ സമാധാനം കണ്ടെത്തും. ദൈവം നമ്മുടെ ഹൃദയത്തേക്കാൾ വലിയവനാണ്. അവിടുന്ന് എല്ലാം അറിയുന്നു. ആർദ്രനും ദയാലുവുമായ ദൈവം. സ്വർണം കൊണ്ടുള്ള കാളക്കുട്ടിയെ ആരാധിക്കാൻ വേണ്ടി ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഇസ്രായേലിൻ്റെ പാപത്തെ തുടർന്ന് മോശ അവർക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുന്നു. അവിശ്വസ്തരായ ആ ജനത്തിൻ്റെ മധ്യേ സഞ്ചരിക്കുന്നതിന് ദൈവം സമ്മതിക്കുന്നു. അങ്ങനെ ദൈവം തൻ്റെ സ്നേഹം പ്രസ്പഷ്ടമാക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വപ്രഭാവം ദർശിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച മോശയ്ക്ക് ദൈവം മറുപടി നൽകി. ഞാൻ നിന്റെ മുൻപിൽ എൻ്റെ നന്മ മുഴുവൻ പ്രദർശിപ്പിക്കും. നിന്റെ മുൻപിൽ കർത്താവ് യാഹ്വേ എന്ന എൻ്റെ നാമം ഞാൻ വിളിച്ചു പറയും. കർത്താവ് മോശയുടെ മുൻപിൽ കടന്നുപോയിട്ട് പ്രഖ്യാപിച്ചു, കർത്താവ്, കർത്താവ്, കാരുണ്യവാനും ദയാലുവുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ, ക്ഷമിക്കുന്ന ദൈവമാണ് കർത്താവെന്ന് അപ്പോൾ മോശ അംഗീകരിച്ച് ഏറ്റുപറയുന്നു. ഞാൻ ആകുന്നു അഥവാ അവൻ ആകുന്നു എന്ന ദിവ്യനാമം ദൈവത്തിൻ്റെ വിശ്വസ്തതയെ സൂചിപ്പിക്കുന്നു. പാപം മൂലം ദൈവത്തോട് അവിശ്വസ്തത പ്രദർശിപ്പിക്കുകയും അതിൻ്റെ പേരിൽ ശിക്ഷാർഹരാകുകയും ചെയ്താലും ദൈവം ആയിരങ്ങളോടുള്ള തൻ്റെ അചഞ്ചല സ്നേഹം കാത്തു സൂക്ഷിക്കുന്നു. നമുക്ക് വേണ്ടി തൻ്റെ ഏകസുതനെ കൈവെടിയാൻ തക്കവിധം കരുണാസമ്പന്നനാണ് താനെന്ന് ദൈവം വെളിപ്പെടുത്തുന്നു. നമ്മുടെ പാപത്തിൽ നിന്നും നമ്മെ മോചിപ്പിക്കുവാനായി സ്വജീവൻ അർപ്പിച്ചുകൊണ്ട് യേശു സ്വയം വെളിപ്പെടുത്തുന്നുണ്ട്. താൻ തന്നെയാണ് ഈ നാമധാരിയെന്നും നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിക്കഴിയുമ്പോൾ ഞാൻ ആകുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ആയിരിക്കുന്നവൻ ദൈവം മാത്രം. ദൈവനാമത്തിൻ്റെ വെളിപാടിൽ അന്തർഭവിച്ചിരിക്കുന്ന അർത്ഥവൈവിഷ്ട്യം അനാവരണം ചെയ്യുന്നതിനും ആഴത്തിൽ അത് ഗ്രഹിക്കുന്നതിനും ശതാബ്ദങ്ങളിലൂടെ ഇസ്രായേലിൻ്റെ വിശ്വാസത്തിന് സാധിച്ചു. ദൈവം ഏകനാണ്. അവിടുന്നല്ലാതെ മറ്റു ദൈവങ്ങളില്ല. ദൈവം പ്രപഞ്ചത്തിനും ചരിത്രത്തിനും അതീതനാണ്. സ്വർഗത്തെയും ഭൂമിയും സൃഷ്ടിച്ചത് അവിടുന്നാണ്. അവ നശിച്ചു പോകും, എന്നാൽ അങ്ങേക്ക് മാറ്റമില്ല. എല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, അങ്ങ് മാത്രം നിലനിൽക്കും. അങ്ങയുടെ സംവത്സരങ്ങൾക്ക് അവസാനമില്ല. ദൈവത്തിൽ മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലോ ഇല്ല. എന്നും എന്നേക്കും ആയിരിക്കുന്നവൻ ആകുന്നു ദൈവം. തന്നോട് തന്നെയും തൻ്റെ വാഗ്ദാനങ്ങളോടും അവിടുന്ന് എന്നും വിശ്വസ്തത പുലർത്തുന്നു. ഞാൻ ആകുന്നവൻ ആകുന്നു എന്ന അവർണ്ണനീയ നാമത്തിൻ്റെ ആവിഷ്കാരം ആയിരിക്കുന്നവൻ ദൈവം മാത്രം എന്ന സത്യം ഉൾക്കൊള്ളുന്നു.
ഹെബ്രായ ഭാഷയിലെ വിശുദ്ധ ലിഖിതങ്ങളിലൂടെ ഗ്രീക്കു സപ്തതി വിവർത്തനവും പിന്നീട് സഭാപാരമ്പര്യവും ദൈവനാമത്തെ ഈ അർത്ഥത്തിലാണ് മനസ്സിലാക്കിയത്. ഉണ്മയുടെയും എല്ലാ ഗുണവിശേഷങ്ങളുടെയും പരിപൂർണതയായ ദൈവം അത്യന്തരഹിതനുമാണ്. സർവസൃഷ്ടികൾക്കും അവ ആയിരിക്കുന്നതെന്തോ അതും അവയ്ക്കുള്ളവ എന്തോ അതും അവിടുന്ന് നിന്നാണ് ലഭിക്കുന്നത്. ദൈവം മാത്രമാണ് തൻ്റെ തന്നെ ഉണ്മയായിരിക്കുന്നവൻ. അവിടുന്ന് തന്നിൽ തന്നെ അവിടുന്നായിരിക്കുന്ന സർവ്വതുമാണ്.